അതുകൊണ്ട് നിസ്കാരം വെച്ചവനുള്ള ശിക്ഷ എന്താണ്? യുക്തലുബി നിർബി ഒരെ പെരടി വെട്ടിയിട്ടാണ് കൊല്ലണം എന്നാണ്. കേട്ടിട്ടില്ലേ? അത് കേൾക്കാത്തലൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കുറേ ആളുകൾ നിസ്കാരം കല്ലാക്കിയിട്ട് ഇനി പത്താ കാട്ടാന്ന് ചോദിച്ചാൽ നമ്മൾ കണക്ക് നമ്മൾ നോക്കണം എത്ര കൊല്ലം നിസ്കാരം ഒഴിവാക്കിയെന്നുള്ളത്. ഓൽക്കത് അറിയില്ല. ഞാൻ പൈലാണ് കുടുങ്ങിയത് കുറേ. ഇന്നാലും അൽഹംദുലില്ലാ അവർക്കൊരു മനസ്സുള്ള കൊടുത്തല്ലോ, പ്രതീക്ഷ ഉണ്ട്. ഞാൻ അവരോടൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ ബേജാറൊന്നും വേണ്ട, കൈനത്രങ്ങളാണ് അള്ളാഹ് വീട്ടി. അള്ളാഹ് വലിയ റഹ്മാനാണ്. നിയമം ഇങ്ങനെയാണ്, എല്ലാം വീട്ടിയിട്ടേ വേറെ പരിപാടിയൊക്കെ പറ്റുള്ളൂ. തറാവിസ്കരിക്കാൻ പറ്റുമോ എത്ര ചോദ്യമല്ലേ മോള് കണ്ടില്ലേ, ആളുകൾ ചോദിക്കണം. എന്നാലും ഏറ്റവും ഒരു മാറ്റം ഉണ്ടല്ലോ, നിസ്കരിക്കണം തോന്നിയല്ലോ, പ്രതീക്ഷ ഉണ്ട്. ചിലർക്കൊന്നും തോന്നുന്നില്ലല്ലോ. ഇങ്ങോട്ട് നോക്കി, ആ മസലിന്റെ ഒരു ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കണോ? നിസ്കാരം കഥയുള്ളൂ, സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല നല്ല മസല. അങ്ങനെയാണോ മസല? പിന്നെന്താ മസല? നിസ്കാരം അകാരണമായിട്ട് കഥാക്കിയ ഒരാള് അവൻ അല്ല കൊടുത്ത ആയുസ് നിസ്കാരം കഥ വിട്ടിട്ട് വേറെ ഏത് പരിപാടിയും പറ്റുള്ളൂ. സുന്നത്ത് നിസ്കരിക്കാനും പാടില്ല, പേപ്പർ വെച്ച് തീർക്കാനും പാടില്ല, മൊബൈൽ തോണ്ടി കുത്തിർക്കാനും പാടില്ല, ഒന്നും പാടില്ല. എന്ത് മാത്രമേ പാടുള്ളൂ? അത്യാവശ്യമായ കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കണം, മലമൂത്ര വിസർജനം ചെയ്യണം, ഭക്ഷണത്തിന് മാർഗമൊന്നുമില്ലെങ്കിൽ പണിക്ക് പോകണം, പണി കഴിഞ്ഞെന്നാ കഥ വിട്ടുക, പണി മാറ്റി വന്നാണ്ട് ചായം കടിയും കുടിച്ചാണ്ട് കഥ വീട്ടി കുത്തിരിക്കുക. അല്ലാതെ സുന്നത്ത് നിസ്കരിച്ചാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ആളുകൾ വിചാരം ആകെയിൽ സുന്നത്ത് നിസ്കാരനെ പറ്റാത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറ്റിപ്പുറത്ത് ആ മസല പറഞ്ഞു സുബി, അതിൽ ജുമാന്റെ ദിവസമോടൊന്നും സുന്നത്ത് നിസ്കരിച്ചതിലൊക്കെ പിന്നെ സുന്നത്ത് നിസ്കരിച്ചാൽ പോലെ തുടങ്ങി. പുതിയ ആകെയിൽ ചില ആളുകളെ, എല്ലാവരും അല്ല, അൽഹംദുലില്ലാ പറഞ്ഞാ പോണേ പോലെ വിചാരം സുന്നത്ത് നിസ്കാരത്തിനാണ് പ്രശ്നം എന്നാണ്. സുന്നത്ത് നിസ്കാരത്തിനല്ല പ്രശ്നം, ഒരു പരിപാടിയും പാടില്ല എന്നുള്ളതാണ്. കാരണം വളരെ വ്യക്തമാണ്. ഇതൊക്കെ അല്ലാഹു തആല അതിനും വേണ്ടി തന്നതാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇതൊക്കെ നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോത്തിനൊക്കെ നമ്മൾ പിടിച്ചിറക്കണത് നമുക്കുള്ളതാണ്. നമുക്കൊരു പാവോട് കരുതേണ്ടതില്ല. അള്ളാഹ് നമുക്ക് വേണ്ടി സൃഷ്ടിച്ച ജീവികളാണത്. അത് സുജൂദ് ചെയ്യുന്നുണ്ട്. അതാക്ക് പോത്ത് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. ആ സുജൂദ് ഒരിക്കലും മുടങ്ങിയിട്ടില്ല. അതിനെ പിടിച്ചിട്ട് നമ്മൾ അർത്ഥമാണ് തിന്നണം. എന്നിട്ട് നമ്മൾ നിസ്കരിച്ച് നടന്നാൽ പിന്നെ നമ്മളെ കൊല്ലണ്ടേ? നിങ്ങളൊന്ന് പറഞ്ഞാണ്. ഇത് വളരെ ഇല്ലേ, നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ആകാശം ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മരങ്ങളും ജന്തുക്കളും ജന്തുക്കൾ, പോത്തിനെ പറ്റിയാണ് പറയുന്നത്. അതൊക്കെ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കസീറും മിനന്നാസി, കുറച്ച് മനുഷ്യന്മാരും സുജൂദ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കസീറും ഹക്ക് അറിയില്ല, കുറെ മനുഷ്യന്മാർക്ക് അതാണ് ശിക്ഷയാണ് സ്ഥിരപ്പെട്ടത്, ഒരു സുജൂദ് ചെയ്യണില്ല.